അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമായിട്ട് ഞങ്ങൾ ചൊന്നു വന്നുകൊണ്ടുള്ളത് 21 ആയത്തേത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ഒരു ഇസ്രായേലിക്ക് സഹായിക്ക പോയിട്ടാകുമ്പോ കിബുത്തിക്ക് ഒരു കുത്തു കൊടുത്തിട്ട് അമ്മൻ ചത്ത. അത് കൊന്നതാറ് പിറ്റാണ്ട് കൊന്തായിട്ട് ആ ഒരു സംഭവമായിട്ട് പിറ്റാണ്ട് കൊന്തായിട്ടാകുമ്പോ ഒരാൾ വന്നു ചെന്ന് മൂസാ നബി മൂസാ നബി അലൈഹി സ്വലാം നബി ആയിട്ടില്ല, 30 വർഷം കഴിഞ്ഞിലെത്തരെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചൊല്ലിട്ട് നിങ്ങളെ കൊല്ലൊക്കെ പേനായി തീരുമാനാക്കിയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ആ മിസ്ർ റായ വിട്ടിട്ട് പോണ്ടു. ആ പോണ്ട വിഷയമായിട്ട് ഇനി എത്ര വിഷയമായിട്ട് ചൊല്ലും. മൂസാ നബി അലൈഹി സ്വലാം പോയിട്ട് പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ടായിട്ട് ഈ മിസ്ർക്ക് ചൊന്നത് മിസ്ർക്ക് പണ്ട്. അപ്പൊ ആ പോണ്ട സംഭവമായിട്ട് എന്റെ വിവരിക്കോ പോണ്ട്. ഞങ്ങളെ ചാനലിക്ക് പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കറും ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാറും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഔട്ട് ചെയ്ത് പോണ്ട എവിടേക്ക് മദിയനുക്ക് തെരുവെന്തും കൊത്തില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം മദിയനുക്ക് എത്തും. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. മദിയന്റെ ഭാഗത്ത് മൂസാ നബി അലൈഹി സ്വലാം മുന്നിട്ടാകുമ്പോ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ല് അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, നേരായ തെറുക്കോ അല്ലാഹു തആല നന്റെ എത്തുവാട്ടകും മെയ്യാവൂ എന്ന് മൂസാ നബി അലൈഹി സ്വലാം ആ തെറുക്ക് മുന്നിട്ടപ്പ ചൊല്ല്. തെറുകൊന്നില്ല. ഒരു മലക്ക് ബന്തുണ്ടും ആ മലക്ക് മൂസാ നബി അലൈഹി സ്വലാമുക്ക് തെറുക്കാട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആ മദിയൻ ചൊല്ല റായത്ത് എത്തും. മദിയൻ ചൊന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒരു മോന്റെ പേരായിട്ട് മദിയൻ. ആ റായത്തെ മദിയനും ചൊല്ല. അവിടെ ഷുഐബ് നബി അലൈഹി സ്വലാം എന്ത് ഷുഐബ് നബി അലൈഹി സ്വലാമുടെ ആൾമാർ വിശ്വസിക്കാണ്ടിരിക്കുമ്പോൾ അള്ളാഹു താല അവിടെ അവർക്ക് ശിക്ഷയെല്ലാം ഇറക്കിയത്. അത് മൂസാ നബി അലൈഹി സ്വലാമോട് മുന്നലായിട്ട് കുറെ വർഷം ജീവിച്ച നബി ആയിട്ടുണ്ട് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചൊല്ലും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഒരു മദിയൻ ഉണ്ട്. ആ മോന്റെ പാരമ്പര്യത്തിൽ വന്നാലായിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യം തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇസ്ഹാഖ് എന്ന മോൻ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മോൻ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മോൻ യൂസുഫ് നബി അലൈഹി സ്വലാം. അങ്ങനെ ആ പാരമ്പര്യത്തിലായിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു മോനായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തിലായിട്ട് അങ്ങനെ നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിന്നൊരു മോനായിട്ട് മദിയൻ. അയാൾ നബി അല്ല, പക്ഷെ ആ മദിയന്റെ ആ ചൊല്ല ആളെ മക്കളെ ആ ഒരു പാരമ്പര്യത്തിലായിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാം ഉണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അവിടെ പോകുമ്പോൾ നമുക്കൊരു കുടുംബ ബന്ധമുണ്ട്. ഞങ്ങളെ റിയാദു സ്വാലിഹിൻ ചൊല്ല ഖുർആൻ ക്ലാസ് ഹദീസ് ക്ലാസ്സിൽ കുടുംബ ബന്ധത്തെ സംബന്ധിച്ചൊരു ക്ലാസ് ഇന്നലെ അപ്ലോഡ് ആക്കി. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ഈജിപ്റ്റ് മിസ്ർ രാജ്യത്തങ്ങളെ ആദരിക്കുറോ ബഹുമാനിക്കുറോ ഞങ്ങളോട്ട് ഞങ്ങൾക്ക് കുടുംബ ബന്ധമുണ്ട്. അവിടെ എന്റെ കുടുംബ ബന്ധ നബിനെ ബാപ്പയുടെ ബാപ്പായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ട്. 10 ബാപ്പന്മാർ 300. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മ ഹാജറ ബീവി, അയിമ മിസ്രുടെ ഇമ്മ. അപ്പൊ അങ്ങനെ നമുക്കൊരു ബന്ധമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട് ആ ഒരു ഹദീസ് ഇന്നലത്തെ ക്ലാസ്സിലുണ്ട്. മിസ്ർ രായത്തങ്ങളിട്ടിയ നബി തങ്ങൾ ബറകുള്ള സംഭവം ചൊല്ലി എന്നെ നിങ്ങൾ മിസ്രുടെ ഫത്ഹാക്കി എടുക്കുവാറ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് ആ ഫത്ഹ് നടന്നതായിട്ടുണ്ട്. ആ രാജ്യത്തെ അങ്ങ് അധീനപ്പെടുത്തിയത്. അപ്പൊ ആ രാജ്യത്തങ്ങള് അങ്ങോട്ട് കരുണ കാട്ടണം, അങ്ങോട്ട് ബഹുമാനം കാട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് എന്തായിട്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് കുടുംബ ബന്ധമുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് അങ്ങ് ഷുഐബ് നബി അലൈഹി സ്വലാമുള്ള കുടുംബം അങ്ങനെ, അതായത് ഇങ്ങനെ ജണ്ടാലെ പാരമ്പര്യം എത്തുന്നതിവിടേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ്. അതുകൊണ്ടല്ലേ കമാ ബാറക്തല ഇബ്രാഹിം വലാലി ഇബ്രാഹിം നിസ്കാരത്തിലല്ല ചൊല്ല് തയ്യത്തിൽ സലാത്തുള്ള ചൊല്ല്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം ചൊല്ലിയത് നബിമാരെ കൊണ്ട് നിറഞ്ഞ കുടുംബം. അപ്പൊ അതാ ചൊല്ലി ആറുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം മദിയൻ ചൊല്ല റായത്ത് എത്ത്. ഷുഐബ് നബി അലൈഹി സ്വലാം അവിടെ ഉണ്ട്.
ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. മൂസാ നബി അലൈഹി സ്വലാം ആ മദിയൻ ചില ഏരിയത്തെത്തിട്ടാകുമ്പോൾ അവിടെ ഇരിക്കാനുണ്ട്. അപ്പൊ ഈ ആട് അണ്ടല്ല ആന്മാർക്കൊക്കെ അങ്ങനെ സ്വത്ത് ആടായിട്ട് ഈ ആടെല്ലാം മേയിച്ചിട്ട് വളർന്നിട്ട് ഈ തന്നിയുടെ മുട്ട വന്നിട്ട് അങ്ങ് തന്നി പിടിപ്പാട്ടു. ആ കിണത്തിൽ നിന്നും തന്നി കോരിയിട്ട് ഈ ആടുങ്ങളെല്ലാം തന്നി കുടിപ്പാട്ടു. അപ്പൊ കുറെ ആടുങ്ങൾക്ക് തന്നി കുടിപ്പാട്ടു വലിയ വലിയ ബക്കറ്റ് ഇരിച്ചിട്ട് കുറെ ആള് കോരിയിട്ട് പിടിച്ചിട്ടുള്ള. അപ്പൊ അതൊരു ടൈമിൽ ആ ടൈമിൽ റഷ് അവിടെ എല്ലാവരും തന്നി കുടിപ്പാട്ടു. എത്ര ഒരു ടൈം അങ്ങനെ ആടുങ്ങളെ അങ്ങ് വലിയ സ്വത്ത് അതേ ഉണ്ട് ആട്. അപ്പൊ ആടുകള് മൃഗങ്ങളൊക്കെ ആയിട്ട് വളർത്തിട്ട് ജീവിക്കല്. അപ്പൊ ഈ ആടെടുത്ത് അങ്ങെല്ലാം വന്നിട്ട് എന്താക്കടെ ഈ തന്നി കുടിപ്പാട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ആ കിണറ്റിൽ അവിടെ എല്ലാവരും എത്തില്ല അതിൽ തന്നി കോരിട്ട് ഈ ആടുകളെല്ലാം തന്നിയെല്ലാം കുടിപ്പാട്ടുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിട്ടാകുമ്പോ കുറെ ആൾമാർ എന്താക്കുന്നത് അതാ ചെന്നത് യസ്കൂന അങ്ങ് തന്നി കുടിപ്പാട്ടർ എന്താക്കടെ ആടുമേപ്പാട്ടങ്ങല്ല അപ്പൊ ഈ റാഷെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ദൂരത്ത് രണ്ട് പെൺമക്കണ്ണിട്ട് അങ്ങനെ ആടിനെ തടഞ്ഞു നിപ്പാട്ടിട്ട് പോണില്ല ചെന്നെങ്കിൽ അവിടെ റഷുണ്ടു. അപ്പൊ കേൾത്ത് മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് ഇനിങ്ങെന്തേ ഇവിടെ ദൂരം നിன்றேன். അപ്പൊ അങ്ങ് ചെന്നാറ് ഈ അങ്ങെല്ലാം പോയാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് തന്നി കുടിപ്പാട്ടണം എത്ര ആ നിങ്ങളുടെ റസ്സില് ഞങ്ങൾക്ക് പോണുകാവില്ല അങ്ങോട്ട് കൂടെ വിരഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുകയാവില്ല അങ്ങ പോയാൽ പിന്നെ ഞങ്ങൾ കുടിപ്പാട്ട്. അപ്പൊ പിന്നെ അങ്ങ് ചെന്നാറ് ഞങ്ങളെ ബാപ്പ ബയസ് അവരുടെ ചോദ്യക്കല്ലേ നിങ്ങളെ ബാനിങ് ആരും ഇല്ല ബാപ്പക്ക് ബയസ് ബാപ്പക്ക് ബറഗന്തല്ലേ. അപ്പൊ ആയിട്ട് അബൂന ഷെയ്ഖുൻ കബീർ ഞങ്ങളെ ബാപ്പ ബയസ് ബാപ്പക്ക് ബറഗാവില്ല. അപ്പൊ ഞങ്ങൾ പെൺമക്കല്ലേ ഞങ്ങൾ അങ്ങനെ കൂട്ടത്തിൽ കൂടില്ല അങ്ങെല്ലാം പോയാൽ പിന്നെ ഞങ്ങൾ എന്താക്കരുത് ഞങ്ങൾ ആടുങ്ങൾക്ക് തന്നി കുടിപ്പാട്ടിട്ട് പിന്നെ ഞങ്ങൾ ഒത്തുകൊണ്ടേ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം എന്താക്കി തോന്നുന്ന മൂസാ നബി അലൈഹി സ്വലാം അങ്ങക്ക് എന്താക്കി അവിടെ വലിയൊരു കല്ലെത്ത് ഒരാളുകെന്ത് വയത്തൊക്കെ അവിടെ ഇക്കത്തെ കല്ലല്ല അതിൽ എടുത്തപ്പുറം വലിച്ചിട്ടിട്ട് അവിടെ തന്നിന്ത് ആ തന്നിട്ട് ഇങ്ങക്ക് കുടിപ്പാട്ടി ഇങ്ങനെ ആടുകളിൽ കുടിപ്പാട്ടി ചെന്ന് കുടിപ്പാട്ടിട്ട് ആ കല്ലെടുത്ത് അവിടേക്ക് വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാം അല്ല ചരിത്രത്തിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ വന്നില്ല. മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് പിടിച്ചത് അതാ ഞാൻ പെൺമക്കല്ല അങ്ങോട്ട് നിன்றേ അങ്ങ് കുടിപ്പാട്ടിട്ട് പോട്ടു. അപ്പൊ ബേനം ഗോരി കഞ്ചെന്നറില്ല ചെന്ന് ഈ ബക്കറ്റ് 10 ആൾ പിടിച്ചിട്ടാൽ വലിക്കിട്ട് ബക്കറ്റ് വലിയത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഒരുത്തനെതിരെ ഗോരിട്ട് അങ്ങനെ ടാങ്കിക്ക് ബീറ്റ് കൊടുത്തിട്ടുണ്ട് കുടിപ്പാട്ട് വന്നിട്ട് അങ്ങനെ ചരിത്രമാണ്. ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം വലിയൊരു ദിനത്തെ സറാക്കിയത് വലിയൊരു പാറക്കല്ലിന് അതിരടിയിൽ തന്നിന്ത് കല്ലെടുത്ത് അപ്പുറം ഇട്ടിട്ട് ഇങ്ങനെ തന്നി കുടിപ്പാട്ട ചെന്ന് കുടിപ്പാട്ടിയത് ഇങ്ങനെ പോയത് അതായിട്ട് ഇവിടെ ചൊല്ലിയതാ فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലേ മൂസാ നബി അലൈഹി സ്വലാം അങ്ങ് തന്നി കുടിപ്പാട്ടിത്ത് എങ്ങനെ കുടിപ്പാട്ടിത്ത് എന്നത് കൂടെ ചൊല്ലില്ല. ഇതിൽ ആയത്തിൽ ചൊന്നിട്ടില്ല. അതിലെ തഫ്സീറുകളിലായിട്ട് ഇവിടെ കണ്ടത് വലിയ കല്ലെടുത്തിട്ട് അവിടെ എല്ലാം തന്നി കുടിപ്പാട്ടിയിട്ടും അല്ല ഗോരിട്ട് കുടിപ്പാട്ടിയിട്ടും. അതാണ് മൂസാ നബി അലൈഹി സ്വലാം 10 ആളാക്കേണ്ട സർവർത്തനാക്കി കാട്ടിക്കൊടുത്തു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം എന്താക്കിത്ത് അവിടെ ഒരു തണല് അപ്പൊ ഇത് വെയിലുള്ള സമയം ഉച്ചനേരം എന്തായിട്ടിക്കുമയോ ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം എന്താക്കിത്ത് പോയിട്ട് തണല് തെച്ചിത്ത് എന്നിട്ട് ചെന്ന് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ പടച്ചവനെ എന്തെങ്കിലും ഒരു ഖൈറ് നക്ക് നീ തന്റെ കണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഫക്കീറായിട്ടിക്കലാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫിറഔന്റെ കൊട്ടാരത്തിലായിട്ടിക്കലീ 30 വർഷം വലിയത് അവിടെ തിന്നിടേക്കും കുടിക്കിടേക്കും ഒരു പറത്തയില്ല ബെനത്തറ നല്ല സൗകര്യത്തോടു കൂടി ജീവിച്ച ആളായിട്ടിക്കണ് മൂസാ നബി അലൈഹി സ്വലാം. ഇപ്പൊ 8 നാള് നടന്നിട്ടായിട്ടിക്കണ് മൂസാ നബി അലൈഹി സ്വലാം എത്ര. അപ്പൊ 8 നാള് മൂസാ നബി അലൈഹി സ്വലാമുക്ക് ആഹാരമൊന്നും വലിയതില്ല കിട്ടിയതല്ലത്തെ ഏലമ യന്ത്രമ തിണ്ടിട്ടല്ല മൂസാ നബി അലൈഹി സ്വലാം എത്തിര്. ഇപ്പൊ ആണെങ്കിൽ പയിച്ചിട്ട് കണ്ണു കണ്ടില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ ചൊല്ല പടച്ചോനെ എന്തെങ്കിലും ഒരു ഹൈറ് നമുക്ക് നീ തണ്ടെങ്കിൽ നക്കത് ആവശ്യമുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ ചൊല്ല്. അങ്ങനെ ഈ പെൺമക്ക ഔത്തുപോയ ഔത്തുപോയിട്ട് ബാപ്പൊക്കെ എടുത്ത് എപ്പോഴത്തെ ടൈമിലായിട്ട് വേഗം വന്നാറല്ലേ
പെൺമക്ക ഔത്ത് എത്തിട്ടാകുമ്പത്തു ഷുഐബ് നബി ഈ പെൺമക്കാറ് ഷുഐബ് നബി അലൈഹി സ്വലാമുടെ മക്കളുണ്ട് ആ ചരിത്ര ചൊല്ല്. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം കേട്ടു, എന്തേ മക്കളെ ಬೇಗ വന്നേ, എപ്പോൾ ഈ നേരത്തല്ലല്ലേ വേണ്ട. അപ്പൊ ചെന്നാറ്, ഇങ്ങനെ ഒരു ബാലക്കാരനക്ക് അയാൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യമാക്കി തന്നത്. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം ചെന്ന് ഞങ്ങൾക്കൊരു ഉപകാരാക്കിയാലല്ലേ, അയാളെ വിളിക്കൊരു എന്തെങ്കിലും അയാൾക്ക് തിന്നൊക്കെ എന്തെങ്കിലും കൊടുക്കുക, അയാളെ ഞങ്ങൾ ഒരു ഹെൽപ്പാക്കിയിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ പറ ഒരു ബഹുമാനം ഒരു മര്യാദ അങ്ങ് കാട്ടണ്ടേ. പോയിട്ട് വിളിച്ച പാട്ട് മോലെ കടത്തിട്ട് അങ്ങനെ ഒരു മോള് വന്നാല്, വലിയവളോ ചെറിയവളോ ഏതായാലും ഒരു മോള് വന്നാല് വന്നിട്ട് പറമ്പത്ത് ചൊല്ല് ഇത് ഈ പിന്നെ ഇട്ട ആ ഡ്രസ്സിന്റെ കൈ ഉണ്ടല്ലേ, ഈ കൈയുടെ ഭാഗം കൊണ്ടിട്ട്, അതായത് ഈ കൈയുടെ കുപ്പായത്തെ ഈ കൈയുടെ ഭാഗം കൊണ്ടിട്ട് മുഖത്തെ മുച്ചിട്ട് ആ പെണ്ണ് വന്നത് ചെന്ന് നാണക്കേട്. അങ്ങനെ ആ നാണക്കേട് കൂടെ വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒട്ടിಗೆ ചെന്ന് ബാപ്പ ബലിക്കിന് ഇങ്ങനെ ഞങ്ങൾക്ക് തന്നെയെല്ലാം കുടിപ്പാട്ടിട്ടാറല്ലേ, അപ്പൊ അതിക്ക് കൂലി തറക്കും പൈസ തറക്കും ബാപ്പ ബലിക്കില് പൈസന്ന് ಅದಕ್ಕೆ നിങ്ങൾ ആക്കിയ ഉപകാരത്തുകൊരു സമ്പലായി തറക്കും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പോണ്ട്. പക്ഷെ സമ്പലത്ത് മൂസാ നബി അലൈഹി സ്വലാം അത് ഇഷ്ടപ്പെടില്ല. മൂസാ നബി അലൈഹി സ്വലാം പോണ്ട് പോകുമ്പോ പെണ്ണ് എതിർല നടക്കട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറവത്ത് ചെറുകൊന്തില്ലല്ലേ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ആ പെണ്ണുങ്ങളിട്ട് ചൊല്ലു മോളിട്ട് ചൊല്ല് കറവത്തെ നടാറുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എതിർല നടക്കട്. ആ പെണ്ണിങ് അയിമ പിറവത്തെ നടക്കത് തെറു കാട്ടി കൊടുക്കട്. ഔത്ത് എടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഷുഐബ് നബി അലൈഹി സ്വലാമിലോട്ട് വിഷയല്ല ചൊല്ലു. ഞാനിങ്ങനെ മിസ്ർ രായത്ത് ഫിറൗന്റെ മുട്ട ഇങ്ങനെ ഇന്നവണ് അവിടെ ഇങ്ങനെ സംഭവമായിട്ട് നാ ഓടി വന്നേൻ. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം ചെന്ന് എന്നെ സ്വന്തമില്ല, പേടിക്കാനിട്ടില്ല. കാരണം ഫിറൗന്റെ അധികാരം ഈ രായത്തിലില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഉടനെ നിങ്ങൾക്ക് നിൽക്കാം. മൂസാ നബി അലൈഹി സ്വലാമുക്ക് ആഹാരത്തെല്ലാം കൊടുക്കാം. അപ്പൊ അല്ലേ ഞങ്ങൾ ഒരു നല്ല ഉപകാരമാക്കിയതൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് പ്രതിഫലം എടുക്കില്ല, ഞങ്ങളുടെ ആഹ്റത്തുക്ക് വേണ്ടി ചെയ്തതാ, അതൊക്കെ ദുനിയാവിൽ ഞങ്ങൾ കൂലി എടുക്കില്ല ചൊല്ലു. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം ചൊല്ലു ഞങ്ങാൻ ചൊല്ലത് അതിഥി സൽക്കാരത്താൽ മാറിയിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 6 അതിഥി വന്ന് ഞങ്ങൾ അങ്ങനെ സൽക്കരിക്കില്ല. അപ്പൊ ആ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് അതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ഏറ്റിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥി സൽക്കാരത്തിൽ മുന്നലായിട്ടിരിക്കും. 6 ബന്ധ്യൻ കണ്ടെങ്കിൽ എവിടെ എന്തിനും കേക്കിടേക്കുമ്പോൾ നമുക്ക് ഫുഡ് റെഡിയാക്കി എല്ലാവർക്കും 4 മലക്കുങ്ങ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ടാവും വേഗം പോയി ഒരു പൈടെ ആർത്തിട്ട് അങ്ങ് തിണ്ടുള്ള ഫുഡെല്ലാം റെഡിയാക്കി പിന്നെ തിന്ന ചൊല്ലുമ്പോഴത്തായിട്ട് മലക്കുങ്ങാണ്ട് കൊണ്ടവിടെ. അപ്പൊ അതിഥി സൽക്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നലായിട്ടിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബ പാരമ്പര്യമായിട്ടിരിക്കുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാം. അപ്പൊ ഞങ്ങ ആറ് ഇറായത്തുക്ക് ഒരു ബിരുദർ ബന്ധം കണ്ടെങ്കിൽ ഞങ്ങളെ സൽക്കരിക്കിടങ്ങാൻ ആറ് ചെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷുഐബ് നബി അലൈഹി സ്വലാം അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അത്തിൻ്റെ. അപ്പൊ കൂലിയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആക്കിയതൊക്കെ ನಾನು ಸಂಬಳಾയിട്ട് എടുത്തുള്ളതല്ല, ഞങ്ങൾ ಸಂಬಳಾയിട്ട് തണ്ടതുമല്ല, നീ തിന്നോളൂ. മൂസാ നബി അലൈഹി സ്വലാം അവിടെ ആ ഫുഡ് എടുത്തോണ്ട്, അതായത് മൂസാ നബി അലൈഹി സ്വലാം അവിടെ മറത്തടിയിൽ തെച്ചിട്ട് ദ്വാരുന്നതല്ല, പടച്ചോനെ എന്തെങ്കിലും ഒരു ഹൈർ പൈക്കിട്ട് തീരില്ലാണ്ട്. അപ്പൊ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ബൈറനത്തോല തീർ അല്ലാഹു ആക്കി കൊടുത്തെ. അത് ആ സംഭവമായിട്ട് ഈ ആയത്തിൽ ചൊല്ല് 25-ാമത്തെ فجاءته إحداهما تمشي على استحياء. ഒരു മോള് വന്നത് നാണക്കേടോട് കൂടെ ആയിട്ട് വന്നത് ഇസ്തിഹ്യാ. قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. ഞാൻ തണ്ണി കുടിപ്പായിട്ടിട്ടില്ല, അയക്ക് കൂലി തറകു ബാപ്പ വിളിക്കിട്ട് പറഞ്ഞോളാണ്. فلما جاءه وقص عليه القصص قال لا تخف. അങ്ങനെ വന്ന് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ എല്ലാ സംഭവങ്ങളും വിവരിച്ചപ്പ ഷുഐബ് നബി അലൈഹി സ്വലാം ചെന്ന് നീ പേടിക്കണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ കൗമിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ പേടിക്കൊണ്ടില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനൊട്ടിക്ക് ചെന്നു. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. അപ്പോ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ മോള് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചൊല്ലാർ ബാപ്പ അയാളെ ഞങ്ങളുടെ സ്വർത്തക്ക് വെച്ചോളൂ, ഞങ്ങളുടെ സ്വർത്ത് ഇക്കട്ടെ. കാരണം അയാൾ നല്ല താക്കത്തുള്ള ആള്, വിശ്വസ്തൻ. എന്നെ താക്കത്തുള്ള ആളും ചെന്നേ ആ കല്ല് വയത്തിരുത് അല്ലെ അതിങ്ങ നോക്കിയിടാറ്
അല്ലെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് 10 ആള് കോരുന്നത് ഒരാളെ കോരുന്നത് ഇങ്ങനെ നോക്കിയിട്ടാണ്. അപ്പൊ താക്കത്തുള്ള ആള് എന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ വിശ്വസ്ത എന്നിട്ട് അങ്ങനെ ചൊന്നേ നടന്നോണ്ട് പറമ്പ് ചൊന്നില്ലേ മോല നീ പിറവത്തെ നടാണ്ട്. അപ്പൊ ഒരു പെണ്ണ് എതിർന്ന് നടക്കുമ്പോഴത്തേക്കും ആ കാലോ ഇതെന്താ കാണ്ടെത്താകുമ്പോഴത്തേക്ക് ചൊന്നത് നീ പിറവത്തല്ല നടാ എന്നുള്ളത്. അപ്പൊ ആണെങ്കിൽ ആ അന്യ പെണ്ണും ആണും ഒട്ടിക നടന്നില്ലേ പോയിട്ട് പലക്കറിഞ്ഞില്ല. അത് അങ്ങനെ ശരീഅത്തിലെ നിയമമല്ല ഞങ്ങൾക്കുള്ളത്. മൂസാ നബി അലൈഹി സ്വലാമുടെ ആ കാലഘട്ടത്തിന്റെ നിയമമല്ലല്ലോ ഇണ്ട് ഞങ്ങൾക്കുള്ളത്. ശരീഅത്തിൽ വ്യത്യാസമുണ്ട്. ദീൻ ഇസ്ലാം ഒന്നേ. അതേ സമയത്ത് നിസ്കാരം നോമ്പ് ഇതുപോലത്തെ വിഷയങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ആ പെണ്ണ് അയിമെന്താക്കിത്ത് ചൊന്ത് എന്നെ നിങ്ങ ബാപ്പ അയാളെ സ്വർത്ത് വെച്ചോളൂ. അയാൾക്ക് ശക്തിയുണ്ട്, ഒന്ന് നല്ല ആരോഗ്യമുള്ള ആളാ, അയാൾ വിശ്വസ്തന. അപ്പൊ എങ്ങനെ ആരോഗ്യമുള്ള ആള് വിശ്വസ്തന എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചൊന്നെ അത് കവിയെ നല്ല ശക്തിയുള്ള ആള് വിശ്വസ്തൻ. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം ചൊല്ലുക എൻ്റെ 2 പെൺമക്കളിൽ നിന്ന് ഓർത്തിരെനിക്ക് ഞാൻ മഞ്ഞലാക്കി തന്നെ. അപ്പൊ അതിനെന്താക്കണമെന്ന് 8 വർഷം ആട് മേയ്ക്കണം. ഇനി 10 വർഷം മേയ്ച്ചാൻ കണ്ടെങ്കിൽ, അതായത് മഹറൂണല്ലോ, 10 വർഷം മേയ്ച്ചാണെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം. അപ്പോ മുസൈബ് നബി അലൈഹി സ്വലാം ചൊല്ലു ഇൻഷാ അല്ലാഹ് നിന്റെ നീന് നല്ല ആളായിട്ട് നീ എത്തിക്കും. നീ എന്താക്ക നിന്റെ ഒരു മൂല നിനക്ക് മങ്ങലാക്കി തന്റെ നീ എന്താക്കണം മഹറായിട്ട് 8 വർഷം ആട് മേക്കണം, അല്ലെങ്കിൽ 10 വർഷം. അപ്പൊ ഏതെങ്കിലും ഇതാക്കാം. നീ 8 ആവോ 10 തോളം ആക്കിയെങ്കിൽ നല്ലേ എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം തന്റെ മൂല മങ്ങലാക്കി. അതില് സഫൂറ എന്നായിട്ട് ഒരു മൂല പേരും അതായിട്ട് ഷുഐബ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പിഞ്ഞയായിട്ട് പണ്ട് സഫൂറ എന്ന് ചൊല്ലപ്പുണ്ട്. قال إني أريد أن أنكحك إحدى بنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിക്കില്ല. നീക്ക് എന്താക്കാം 8 10 വർഷമോ ആട് മേയ്ക്കാം. അങ്ങനെ ആയിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ മോൾ സഫൂർ ചൊല്ല ആ പെണ്ണിടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം മഞ്ഞലാവും. قال ذلك بيني وبينك أيما العجلين قضيت فلا عدوان علي والله على ما نقول وكيل. അപ്പൊ ആ ഒരു കരാർ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം ആട് മേയ്ക്കല് അതിന് ആ 2 അവധിയുണ്ട്. 8 10 ഇത് ഞാൻ പൂർത്തിയാക്കിയ ഈ ഒരു പലക്കത്ത് മേൽ അള്ളാഹു ആയിട്ടിക്കട് നമുക്ക് വക്കീൽ, അള്ളാഹു ആയിട്ടിക്കട് എന്നെങ്കിൽ സാക്ഷി, അള്ളാഹു ആയിട്ടിക്കട് വക്കീൽ, അള്ളാഹു ആയിട്ടിക്കട് ഏൽപ്പിക്കപ്പെടേണ്ടവൻ അവൻ്റെ അടുത്ത് ഞങ്ങൾ എന്താക്കട ഏൽപ്പിക്കട. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എന്താക്കട് നബി അവിടേക്ക് മുന്നുള്ളത് ഷുഹൈബ് നബി അലൈഹി സ്വലാമിന്റെ മോൾ സഫൂറാൻ ചൊല്ല ആ പെണ്ണുങ്ങളെ മൂസാ നബി അലൈഹി സ്വലാം മഞ്ഞളാണ്. അപ്പൊ ആ ഒരു ഹന്തന പൂർത്തിയാക്കിയാൻ കണ്ടെങ്കിൽ പിന്നെ അതിരണ്ട് യാറെന്നിട്ട് ചൊല്ലുകില്ല. അള്ളാഹു ആയിട്ടിക്കട് നാനും നിങ്ങൾ ചൊല്ലതുക്ക് വക്കീല് കാക്കടവൺ അതുക്ക് സാക്ഷി അള്ളാഹു ആയിട്ടിക്കട് എന്ന ആ കരാറ് പ്രകാരം പൂർത്തിയായിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാം മോലട്ടിയെ ചെന്ന് ആ ബടി എടുത്ത് കൊടുക്കുക ബേനായി ചെന്ന്. അത് ഈ ആടുകളെല്ലാം മേയ്ക്കുമ്പോഴത്തേക്കോ ഓടുവാട്ടക്കുള്ള ഒരു ബടിയായിട്ടിരിക്കണേ. അത് അമ്പിയാക്കന്മാർ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ബടിയുണ്ട്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ബടി ചൊല്ലും. ആദം നബി അലൈഹി സ്വലാം അങ്ങനെ പിന്നെ തന്റെ പാരമ്പര്യത്തിലുള്ള നബിമാരോട് കൂടി നൂഹ് നബിക്കെത്തിത്ത്, നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കൈക്കെത്തിത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് ഷുഐബ് നബി അലൈഹി സ്വലാമുടെ കൈക്കെത്തിത്ത്, അങ്ങനെ ആ കിട്ടിയ ഒരു പാരമ്പര്യത്തിലൂടെ കൂടി കിട്ടിയ ബടിയും ചൊല്ലും. ആ ബടിയായിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമുടെ കൈക്കെത്തര. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുടെ കയ്യിലുള്ള ഒരു ബടി ഇൻഷാ അല്ലാഹ് അതിലെ അത് സംബന്ധപ്പെട്ടതിന് മുജിസത്തെല്ലാം കാട്ടകൊല്ലുണ്ട്, അതെല്ലാം പിന്നെ പണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് ആ ബടി എടുത്തിട്ട് ആ മോള് കൊടുക്കൂ. പിന്നെ അത് ആട് മേയ്ക്കോബേനായിട്ട് ആടിങ്ങി ഇലടി ഇതാക്കി കൊടുക്കും. മൃഗങ്ങളെല്ലാം ആട്ടി ഓടുപാട്ട് എന്ന് ഈ നായിങ്ങെല്ലാം ಬಂದಿನ್ಕನೆ ಅದ್ರ ഓടുപാട്ടക്കും. അപ്പൊ ഈ ഷുഐബ് നബി അലൈഹി സ്വലാമുക്ക് ചുമ ആടിരുത്ത് ആ ആടിൽ നിന്ന് ആട് ഇങ്ങനെ മേയ്ക്കാറ് മൂസാ നബി അലൈഹി സ്വലാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങലൊട്ടുകിക്കട്. മൂസാ നബി അലൈഹി സ്വലാം മഞ്ഞലായിട്ട് പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ആ വർഷം എത്ര 8 വർഷമോ 10 വർഷം ചൊന്തല്ലേ അത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പൂർത്തിയാക്കിയത്.
അത്ര പൂർത്തിയാക്കിയിട്ടായിട്ട് പിന്നെ രണ്ടാമതേനെ അവിടേക്ക് ഈജിപ്തിക്ക് പോണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് 40 വർഷമാവും. പറമ്പത്തു 30 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ രണ്ടാമതേന് ഈജിപ്തിക്ക് പോകേണ്ട വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനത്തെ ക്ലാസ്സിൽ കാതുകൊടുക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ ഖൈറിന്റെ ആൾക്കാരിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.